1 രാജാക്കന്മാർ അധ്യായം 14. അക്കാലത്ത് ജെറോബോവാമിൻ്റെ മകൻ അബിയ രോഗബാധിതനായി. ജെറോബോവാം ഭാര്യയോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് എൻ്റെ ഭാര്യയാണെന്ന് അറിയാത്ത വിധം വേഷം മാറി ഷീലോയിലേക്ക് പോവുക. ഈ ജനത്തിന് ഞാൻ രാജാവായിരിക്കണം എന്ന് പറഞ്ഞ അഹിയാ പ്രവാചകൻ അവിടെയുണ്ട്. 10 അപ്പവും കുറെ അടയും 1 ഭരണി തേനുമായി നീ അവൻ്റെ അടുക്കൽ ചെല്ലുക. കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് അവൻ പറയും. അങ്ങനെ അവൾ ഷീലോയിൽ അഹിയായുടെ വസതിയിലെത്തി. വാർദ്ധക്യ നിമിത്തം കണ്ണു മങ്ങിയിരുന്നതിനാൽ അവന് കാണാൻ സാധിച്ചില്ല. ജെറോബോവാമിൻ്റെ ഭാര്യ തൻ്റെ രോഗിയായ പുത്രനെക്കുറിച്ച് ചോദിക്കാൻ വരുന്നെന്നും അവളോട് എന്തു പറയണമെന്നും കർത്താവ് അഹിയായെ അറിയിച്ചു. വേറൊരുവളായി ഭാവിച്ചുകൊണ്ടാണ് അവൾ ചെന്നത്. എന്നാൽ അവൾ വാതിൽ കടന്നപ്പോൾ കാൽപെരുമാറ്റം കേട്ടിട്ട് അഹിയ പറഞ്ഞു, ജെറോബോവാമിൻ്റെ ഭാര്യ, അകത്തു വരൂ. നീ വേറൊരുവളായി നടിക്കുന്നത് എന്തിന്? ദുസ്സഹമായ വാർത്ത നിന്നെ അറിയിക്കാൻ ഞാൻ നിയുക്തനായിരിക്കുന്നു. നീ ചെന്ന് ജെറോബോവാമിനോട് പറയുക, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നായകനാക്കി. ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന് രാജ്യം പറിച്ചെടുത്ത് ഞാൻ നിനക്ക് തന്നു. നീയാകട്ടെ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും എൻ്റെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്ത് പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അനുഗമിക്കുകയും ചെയ്ത എൻ്റെ ദാസൻ ദാവീദിനെ പോലെ അല്ല. മാത്രമല്ല, നിന്റെ മുൻഗാമികളെക്കാൾ അധികം തിന്മ നീ പ്രവർത്തിച്ചു. നീ അന്യദേവന്മാരെയും വാർപ്പ് വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി എന്നെ പ്രകോപിപ്പിച്ചു, എന്നെ പുറന്തള്ളുകയും ചെയ്തു. ആകയാൽ ജെറോബോവാമിൻ്റെ കുടുംബത്തിന് ഞാൻ നാശം വരുത്തും. ഇസ്രായേലിൽ ജെറോബോവാമിനുള്ള അടിമകളും സ്വതന്ത്രരുമായ പുരുഷന്മാരെയെല്ലാം ഞാൻ വിച്ഛേദിക്കും. ജെറോബോവാമിൻ്റെ കുടുംബത്തെ ചപ്പുചവറുകൾ എരിച്ചു കളയുന്നത് പോലെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കും. ജെറോബോവാമിൻ്റെ ബന്ധുക്കളിൽ ആരെങ്കിലും പട്ടണത്തിൽ വെച്ച് മരിച്ചാൽ അവരെ നായ്ക്കളും, വെളിംപ്രദേശത്ത് വെച്ച് മരിച്ചാൽ ആകാശത്തിലെ പറവകളും ഭക്ഷിക്കും. കർത്താവാണ് ഇതരുളി ചെയ്തത്. എഴുന്നേറ്റ് വീട്ടിൽ പോവുക. നീ പട്ടണത്തിൽ കാലുകുത്തുമ്പോൾ കുട്ടി മരിക്കും. ഇസ്രായേൽ ജനം ദുഃഖമാചരിക്കുകയും അവനെ സംസ്കരിക്കുകയും ചെയ്യും. ജെറോബോവാമിൻ്റെ കുടുംബത്തിൽ അവൻ മാത്രമേ കല്ലറയിൽ സംസ്കരിക്കപ്പെടുകയുള്ളൂ. എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ജെറോബോവാമിൻ്റെ സന്തതികളിൽ അവനിൽ മാത്രം അല്പം നന്മ കണ്ടിരുന്നു. കർത്താവ് ഇസ്രായേലിൽ ഒരു രാജാവിനെ ഉയർത്തും. അവൻ ജെറോബോവാമിൻ്റെ ഭവനത്തെ ഉന്മൂലനം ചെയ്യും. ഇസ്രായേൽ അക്ഷേരാപ്രതിഷ്ഠകൾ സ്ഥാപിച്ച് കർത്താവിനെ പ്രകോപിപ്പിച്ചതിനാൽ വെള്ളത്തിൽ ഞാങ്ങണ ആടുന്നത് പോലെ അവിടുന്ന് അവരെ അടിച്ച് ഉലയ്ക്കുകയും താൻ അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ഈ നല്ല ദേശത്ത് നിന്ന് അവരെ ഉന്മൂലനം ചെയ്ത് യൂഫ്രട്ടീസ് നദിക്കപ്പുറം ചിതറിച്ചു കളയുകയും ചെയ്യും. പാപം സ്വയം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്ത ജെറോബോവാം നിമിത്തം കർത്താവ് ഇസ്രായേലിനെ കൈവെടിയും. ജെറോബോവാമിൻ്റെ ഭാര്യ തിർസായിലേക്ക് മടങ്ങി. അവൾ കൊട്ടാരത്തിൻ്റെ പൂമുഖത്ത് എത്തിയപ്പോൾ കുട്ടി മരിച്ചു. കർത്താവ് തൻ്റെ ദാസനായ അഹിയാ പ്രവാചകനിലൂടെ അരുളി ചെയ്തതുപോലെ ഇസ്രായേൽ ജനം അവനെ സംസ്കരിച്ച് ദുഃഖം ആചരിച്ചു. ജെറോബോവാമിൻ്റെ യുദ്ധങ്ങളും ഭരണവും ഉൾപ്പെടെയുള്ള മറ്റു വിവരങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജെറോബോവാം 22 വർഷം രാജ്യം ഭരിച്ചു. അവൻ പിതാക്കന്മാരോട് ചേർന്നു മകൻ നാദാബ് രാജാവായി. സോളമൻ്റെ മകൻ റഹോബോവാം ആണ് യൂദായിൽ വാണിരുന്നത്. ഭരണമേൽക്കുമ്പോൾ അവന് 41 വയസ്സായിരുന്നു. കർത്താവ് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് തനിക്കായി തിരഞ്ഞെടുത്ത ജെറുസലം നഗരത്തിൽ
അവൻ 17 വർഷം ഭരിച്ചു. അവൻ്റെ അമ്മ അമ്മോന്യ സ്ത്രീയായ നാമ ആയിരുന്നു. യൂദ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു. അവർ പാപം ചെയ്ത് തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ കൂടുതൽ അവിടുത്തെ പ്രകോപിപ്പിച്ചു. അവർ പൂജാഗിരികളും സ്തംഭങ്ങളും ഉണ്ടാക്കി എല്ലാ കുന്നുകളുടെയും മുകളിലും എല്ലാ വൃക്ഷങ്ങളുടെയും ചുവട്ടിലും അക്ഷേരാ പ്രതിഷ്ഠകൾ സ്ഥാപിക്കുകയും ചെയ്തു. ദേവപ്രീതിക്ക് വേണ്ടിയുള്ള ആൺവേശ്യാ സമ്പ്രദായവും അവിടെ ഉണ്ടായിരുന്നു. കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് ആട്ടിയകറ്റിയ ജനതകളുടെ എല്ലാ മ്ലേച്ഛതകളിലും അവർ മുഴുകി. റഹോബോവാമിൻ്റെ വാഴ്ചയുടെ 5-ാം വർഷം ഈജിപ്തിലെ രാജാവായ ഷീഷാക്ക് ജെറൂസലമിനെ ആക്രമിച്ചു. ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും നിധികളും സോളമൻ നിർമ്മിച്ച സുവർണ പരിചകളും അവൻ കവർന്നെടുത്തു. എല്ലാം അവൻ കൊണ്ടുപോയി. റഹോബോവാം അവയ്ക്ക് പകരം ഊട്ടുപരിചകൾ നിർമ്മിച്ച് കൊട്ടാരത്തിലെ കാവൽപ്പടത്തലവന്മാരെ ഏൽപ്പിച്ചു. രാജാവ് ദേവാലയം സന്ദർശിക്കുമ്പോഴെല്ലാം അകമ്പടിക്കാർ അവ വഹിക്കുകയും പിന്നീട് കാവൽപ്പുരയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു പോന്നു. റഹോബോവാം ചെയ്ത മറ്റു കാര്യങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. റഹോബോവാമും ജെറോബോവാമും നിരന്തരം പൊരുതിക്കൊണ്ടിരുന്നു. റഹോബോവാം മരിച്ച് തൻ്റെ പിതാക്കന്മാരോടുകൂടെ ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. അമ്മോന്യയായ നാമ ആയിരുന്നു അവൻ്റെ അമ്മ. അവൻ്റെ മകൻ അബിയാം ഭരണമേറ്റു. Chapter 14. At that time Abijah son of Jeroboam took sick. So Jeroboam said to his wife, "Get ready and disguise yourself so that none will recognize you as Jeroboam's wife. Then go to Shiloh, where you will find the prophet Ahijah. It is he who predicted my reign over this people. Take along 10 loaves, some cakes, and a jar of preserves, and go to him. He will tell you what will happen to the child." The wife of Jeroboam obeyed. She made the journey to Shiloh and entered the house of Ahijah, who could not see because age had dimmed his sight. The Lord had said to Ahijah, "Jeroboam's wife is coming to consult you about her son, for he is sick. This is what you must tell her. When she comes, she will be in disguise." So Ahijah, hearing the sound of her footsteps as she entered the door, said, "Come in, wife of Jeroboam. Why are you in disguise? I have been commissioned to give you bitter news. Go tell Jeroboam, this is what the Lord, the God of Israel, says. I exalted you from among the people and made you ruler of my people Israel. I deprived the house of David of the kingdom and gave it to you. Yet you have not been like my servant David, who kept my commandments and followed me with his whole heart, doing only what pleased me. You have done worse than all who preceded you. You have gone and made for yourselves strange gods and molten images to provoke me. But me you have cast behind your back. Therefore I am bringing evil upon the house of Jeroboam. I will cut off every male in Jeroboam's line, whether slave or free man in Israel, and will burn up the house of Jeroboam completely, as though dung were being burned. When one of Jeroboam's line dies in the city, dogs will devour him. When one of them dies in the field, he will be devoured by the birds of the sky. For the Lord has spoken. So leave, go home. As you step inside the city, the child will die, and all Israel will mourn him and bury him, for he alone of Jeroboam's line will be laid in the grave, since in him alone of Jeroboam's house has something pleasing to the Lord, the God of Israel, been found. Today, at this very moment, the Lord will raise up for himself a king of Israel, who will destroy the house of Jeroboam. The Lord will strike Israel like a reed tossed about in the water, and will pluck out Israel from this good land which he gave their fathers, scattering them beyond the river, because they made sacred poles for themselves, and thus provoked the Lord. He will give up Israel because of the sins Jeroboam has committed and caused Israel to commit. So Jeroboam's wife started back. When she reached Tirzah and crossed the threshold of her house,
The child died. He was buried with all Israel, mourning him, as the Lord had prophesied through his servant the prophet Ahijah. The rest of the acts of Jeroboam, with his warfare and his reign, are recorded in the book of the Chronicles of the Kings of Israel. The length of Jeroboam's reign was 22 years. He rested with his ancestors, and his son Nadab succeeded him as king. Rehoboam, son of Solomon, reigned in Judah. He was 41 years old when he became king, and he reigned 17 years in Jerusalem, the city in which, out of all the tribes of Israel, the Lord chose to be honored. His mother was the Ammonite named Naamah. Judah did evil in the sight of the Lord, and by their sins angered him even more than their fathers had done. They too built for themselves high places, pillars, and sacred poles upon every high hill and under every green tree. There were also cult prostitutes in the land. Judah imitated all the abominable practices of the nations whom the Lord had cleared out of the Israelites' way. In the 5th year of King Rehoboam, Shishak, king of Egypt, attacked Jerusalem. He took everything, including the treasures of the temple of the Lord and those of the royal palace, as well as all the gold shields made under Solomon. To replace them, King Rehoboam had bronze shields made, which he entrusted to the officers of the guard on duty at the entrance of the royal palace. Whenever the king visited the temple of the Lord, those on duty would carry the shields and then return them to the guard room. The rest of the acts of Rehoboam, with all that he did, are recorded in the book of the Chronicles of the Kings of Judah. There was constant warfare between Rehoboam and Jeroboam. Rehoboam rested with his ancestors. He was buried with them in the city of David. His mother was the Ammonite named Naamah. His son Abijam succeeded him as king.